നമ്മുടെ ജെഇഇ റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ നമ്മുടെ മിടുക്കർക്ക് എല്ലാവരും നല്ല അടിപൊളി റാങ്കുകളാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ നല്ല അടിപൊളി റാങ്ക് കിട്ടിയ ഒരാളാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്, അഹ്സാൻ അഹമ്മദ്. കൺഗ്രാറ്റുലേഷൻ ആദ്യം തന്നെ പറയുകയാണ്. ഓക്കെ, എവിടെയാണ് മോൻ്റെ വീട്? എവിടെയാണ്? വീട് കാലിക്കറ്റിലാണ്. കാലിക്കറ്റാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ ഒരു ചേട്ടൻ, അനിയൻ. ഓക്കെ, ഇവര് എന്ത് ചെയ്യുന്നു? അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യും? അച്ഛൻ സൗദിയിലെ ന്യൂസ് പേപ്പർ എഡിറ്ററാണ്, അമ്മ ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. സിബ്ലിങ്സ് ഒക്കെ എന്താ ചെയ്യുന്നത്? ചേട്ടൻ BBA ഫൈനൽ ഇയറാണ്, അനിയൻ ഇപ്പോൾ 10th-ലാണ്. ഓക്കെ, എവിടെയായിരുന്നു അഹ്സാൻ്റെ സ്കൂളിംഗ് ഒക്കെ? എവിടെയായിരുന്നു? ഞാൻ +1 +2 കാലിക്കറ്റിലായിരുന്നു, എൻ്റെ മുമ്പ് ഗൾഫിലായിരുന്നു. ഓക്കെ, എങ്ങനെയാണ് മോനെ ഇപ്പോൾ ഇതേ ജെഇയുടെ നല്ല അടിപൊളി റാങ്ക് ഒക്കെ മേടിച്ചിരിക്കുകയാണ്, ഈ ഒരു റാങ്ക് ഒക്കെ പ്രതീക്ഷിച്ചിരുന്നോ? അവസാനത്തേക്ക് എക്സാംസിൻ്റെ റിസൾട്ട്സ് ഒക്കെ വന്നപ്പോൾ തന്നെ കുറച്ച് പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. റിസൾട്ട് ഫസ്റ്റ് സെഷൻ വന്നപ്പോൾ തന്നെ ഹാപ്പിയായി. ഇപ്പോൾ സെക്കൻഡ് സെഷൻ ആയപ്പോൾ ഹാപ്പി, അപ്പോൾ ഡബിൾ ഹാപ്പി ആണ്. ഓക്കെ, മോന് ശരിക്കും എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു, അതായത് IIT എന്ന് പറയുന്ന ഒരു സ്വപ്നം അല്ലെങ്കിൽ ഈ ഒരു ആഗ്രഹം എപ്പോൾ തൊട്ടാണ് തുടങ്ങിയത്? ആരെങ്കിലും ഇൻസ്പിറേഷൻ ഉണ്ടോ? എന്താണ് അതിൻ്റെ ഒരു സ്റ്റോറി? IIT എന്ന് പറയുമ്പോൾ എൻ്റെ കസിൻസ് എല്ലാവരും എൻജിനീയേഴ്സ് തന്നെയാണ്. അപ്പോൾ ചെറുപ്പം തൊട്ട് എഞ്ചിനീയറിംഗ് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ത്യയിൽ ഇപ്പോൾ എന്തായാലും IIT വരിള്ളൂ. അങ്ങനെയൊക്കെയാണ് IIT എന്ന് പറഞ്ഞ ആഗ്രഹം വന്നത്. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ലക്ഷ്യം വെക്കുന്നത്? ഇന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എനിക്ക് പോയാൽ കൊള്ളാം, അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനെ പറയുമ്പോൾ IIT മദ്രാസ് ഒക്കെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്. IIT മദ്രാസ്, ബോംബെ ഒക്കെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരുന്നു മോൻ്റെ ഈ ഒരു ജെഇഇയുടെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ? എന്ന് വെച്ചാൽ ഈ ഒരു റാങ്കിലേക്ക് കൊണ്ടുവരാൻ മോനെ സഹായിച്ച ഏറ്റവും ഒരു എന്താ പറയുക യുണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ടെക്നിക്സോ സ്കിൽസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ലാസ്റ്റ് പ്രിപ്പറേഷനിൽ? ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്യാമ്പസിലിരുന്ന് പഠിക്കാൻ തന്നെ മെയിൻ കാര്യം. പിന്നെ ടീച്ചേഴ്സ് കുറേ ഹെൽപ്പ് ചെയ്ത്, പേരെടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ കിഷോർ സാർ ഹെൽപ്പ് ചെയ്ത്, റാവു സാർ, പിന്നെ CVR സാർ, ലാൽ സാറൊക്കെ. പിന്നെ ഹോസ്റ്റലിലാണെങ്കിൽ വാർഡൻസ് ദീപക് സാർ, പിന്നെ ദീപു സാർ, പിന്നെ കോർഡിനേറ്റ്സ് വിനിൽ സാർ, എല്ലാവരും നല്ല ഹെൽപ്പ് ചെയ്ത്. അവസാനത്തേക്ക് കുറേ ക്വസ്റ്റ്യൻ ചെയ്ത്, അതൊക്കെയാണ് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ലാസ്റ്റത്തെ ആ ഒരു ഒരുപാട് എക്സാംസ് എഴുതിയിട്ടുള്ള പ്രിപ്പറേഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഡെഫിനറ്റ്ലി. ഓക്കെ, ഇനി അടുത്ത ലക്ഷ്യം എന്താണ്? എന്തായാലും ജെ അഡ്വാൻസ് തന്നെ. ജെ അഡ്വാൻസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എങ്ങനെയാണ് മോൻ്റെ? ഇനിയുള്ള പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കും? ഇനിയെന്ന് പറഞ്ഞാൽ എല്ലാ ചാപ്റ്ററും നല്ല തൊറോലായിട്ട് പഠിക്കണം. കാരണം ഓരോ ക്വസ്റ്റ്യന് അത്ര ഇൻഡെപ്റ്റി പോയിട്ടാണ് ഇവർ ചോദിക്കുന്നത്. പിന്നെ കുറേ ക്വസ്റ്റ്യൻ ചെയ്യാം, അതന്നെ. പിന്നെ സാർമാർ പറയുന്ന ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പോൾ അതെ ചേട്ടൻ അതുപോലെ തന്നെ അനിയനുണ്ടെന്ന് പറഞ്ഞല്ലേ? അനിയൻ എത്രയിലാ? അനിയൻ ഇപ്പോൾ 10th-ലാണ്. അനിയൻ എന്താണ് ലക്ഷ്യം? ചേട്ടനെ പോലെ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങളോ മറ്റോ അങ്ങനെ വല്ല ഷെയർ ചെയ്തിട്ടുണ്ടോ? ഓനൊന്നും ഷെയർ ചെയ്തില്ല, പക്ഷേ ഉമ്മ പറയുന്ന എൻട്രൻസ് തന്നെ ആക്കാനാണ് പ്ലാൻ. അതെ അല്ലേ? ഓക്കെ, അപ്പോൾ എനിവേസ് ഒരിക്കൽ കൂടി കൺഗ്രാറ്റുലേഷൻസ്. ഇത്രയും നല്ലൊരു റാങ്ക് മേടിച്ച് നമ്മുടെ ബ്രില്യൻ ഫാമിലിക്കും അതുപോലെ തന്നെ മോൻ്റെ അഹ്സാൻ്റെ ഫാമിലിക്കും ഒക്കെ അഭിമാനമായി മാറിയതിന് ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ്. സോ വൺസ് അഗെയിൻ കൺഗ്രാറ്റുലേഷൻസ്. ഇനിയും നന്നായിട്ട് ജെഇ അഡ്വാൻസിന് നല്ല അടിപൊളിയായിട്ട് പഠിക്കുക, നല്ല ഉഗ്രൻ റാങ്ക് വാങ്ങുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.